ഹായ് ഫ്രണ്ട്സ്, ഒരു LED ടി വിയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കംപ്ലയിൻറ്റ് എന്താണ്? LED ടി വിയിൽ ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കംപ്ലയിൻറ്റ്. എന്താണ് ബാക്ക് ലൈറ്റ്? LED ടി വിയിൽ പിക്ചർ കാണുന്ന ഒരു സ്ക്രീനുണ്ട്. ഈ സ്ക്രീനിൻ്റെ ബാക്കിൽ ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിത്രം കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വൈറ്റ് ലൈറ്റ് ലഭിക്കാൻ വേണ്ടി സ്ട്രിപ്പുകൾ അതിൻ്റെ ബാക്കിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള സ്ട്രിപ്പുകളാണ് അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതിലെ ഏതെങ്കിലും ബൾബ് കംപ്ലൈൻറ്റ് വന്നാൽ ഈ സ്ട്രിപ്പ് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ചിത്രം കാണില്ല, ശബ്ദം മാത്രമേ ലഭിക്കുകയുള്ളൂ. താരതമ്യേന ചെറിയൊരു കംപ്ലൈൻ്റ് ആണത്. നമുക്ക് ഇത് റെഡിയാക്കാൻ സാധിക്കുമോ? ഒരു ചെറിയ ടെക്നിക്കൽ മൈൻഡ് ഉണ്ടെങ്കിൽ, സ്വല്പം ക്ഷമയുണ്ടെങ്കിൽ നമുക്കും LED ബാക്ക് ലൈറ്റ് മാറ്റാം. ഇതിന് നമുക്ക് വേണ്ടത് ഒരു LED ടെസ്റ്ററാണ്. ഇതാണ് ഒരു LED ടെസ്റ്റർ. ലോക്കൽ മാർക്കറ്റിൽ 700 രൂപ താഴെ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. ഇതിൽ നമ്മൾ കറണ്ടിലേക്ക് കണക്ട് ചെയ്യുക. ഇതിൽ 2 പ്രോബുണ്ട്. ഈ പ്രോബ് വെച്ച് നമ്മൾ നേരത്തെ കാണിച്ച സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ആ സ്ട്രിപ്പിന് എത്ര വോൾട്ടാണോ വേണ്ടത് അത്ര വോൾട്ട് മാത്രമേ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരികയുള്ളൂ. അങ്ങനെ നമുക്ക് ഏത് സ്ട്രിപ്പും ഇതിൽ ചെക്ക് ചെയ്യാം. 0 മുതൽക്ക് 300 വോൾട്ട് വരെ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരും. അത് ഓട്ടോമാറ്റിക്കായി ആ സ്ട്രിപ്പിലേക്ക് എത്ര വോൾട്ടേജ് ആണ് വേണ്ടത് അത്ര വോൾട്ടേജ് മാത്രമേ ഇതിൽ നിന്ന് വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു LED ടെസ്റ്റർ വേണം. പിന്നെ ബേസിക് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ, സോൾഡറിംഗ് ആൻഡ് ഇത്തരം സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഒരു LED ടിവിയുടെ ബാക്ക് ലൈറ്റ് മാറ്റുക എന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. ലീഡിംഗ് ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ബാക്ക് ലൈറ്റ് പോയൊരു ടി വിയാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക് ലൈറ്റ് ആണ് പോയത് എന്ന് എങ്ങനെ കൺഫേം ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം റൂം ലൈറ്റ് ഓഫ് ചെയ്യാം. അതിനുശേഷം TV ഓൺ ചെയ്ത് ടോർച്ച് സ്ക്രീനിലേക്ക് അടിച്ച് നോക്കുക. ഇപ്പോൾ TV ഓൺ ചെയ്തിട്ടുണ്ട്. ഇതാ ബ്ലൂ സ്ക്രീൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇത് ടോർച്ച് അടിച്ചാൽ മാത്രമേ കാണൂ. ഇവിടെ നോ സിഗ്നൽ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ലൈറ്റാണ് പോയിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ മാറ്റാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ TV ഒരു ബെഡിലോ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റിലോ കടത്തി വയ്ക്കാം. അതിനുശേഷം ഈ സ്ക്രൂകൾ, ഒരുപാട് സ്ക്രൂകളുണ്ട്, അതെല്ലാം നമുക്ക് അഴിച്ചെടുക്കാം. ഓക്കെ, നമ്മൾ ബാക്ക് കവർ അഴിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിലെ മദർ ബോർഡ്. ഇത് ടീകോൺ ബോർഡ്. ഇവിടെ സ്വിച്ച് കാണാം. ഫ്രണ്ട് പാനൽ സ്വിച്ചാണിത്. നമുക്ക് ഇനിയും ഒരുപാട് സ്ക്രൂകൾ കൂടി അഴിക്കാനുണ്ട്. ഈ സ്ക്രൂ കൂടി നമുക്ക് അഴിക്കാം. ഇത് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ലോക്കുകളുണ്ട്. ഈ ലോക്കുകൾ അഴിച്ച് ഈ ഫ്രണ്ടിലെ ഈ ഒരു പീസ് നമുക്ക് എടുക്കാം. ഓക്കെ, ഈ ഫ്രണ്ട് പാനൽ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ ടിവിയുടെ സ്ക്രീൻ. ഇതിലാണ് നമുക്ക് സിനിമ കാണുന്നത്. പക്ഷേ ഇത് കാണണമെങ്കിൽ ബാക്കിൽ നിന്ന് നമുക്കൊരു ലൈറ്റ് വേണം. ഇതിൻ്റെ അടിയിലാണ് ബാക്ക് ലൈറ്റ് വരുന്നത്. ഈ ലൈറ്റ് കറക്റ്റായിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വെള്ള ഷീറ്റ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിനടിയിലാണ് ബാക്ക് ലൈറ്റ്. നമുക്കത് തുറന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് ഇത് അഴിക്കേണ്ടതുണ്ട്. നമുക്കിത് അഴിക്കാം. ടീകോൺ ബോർഡിലേക്ക് ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. ആ കണക്ഷൻ മാത്രം നമ്മൾ ഡിസ്കണക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഇത് മാത്രം നമുക്ക് വളരെ സേഫായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് അഴിക്കാം. ഇതിനും ഒരുപാട് ലോക്കുകളാണുള്ളത്. നമുക്ക് ഈ ലോക്കിംഗ് സിസ്റ്റം അഴിച്ചെടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഷീറ്റ് അഴിച്ചെടുക്കാം. ഇതാണ് ആ വെള്ള ഷീറ്റ്. ഇതിലാകെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിനടിയിലാണ് ബാക്ക് ലൈറ്റ്. യെസ്, ഇതാണ് ഇതിൻ്റെ ബാക്ക് ലൈറ്റ്. 6 LED വീതമുള്ള 2 സ്ട്രിപ്പാണ് ഇതിനുള്ളത്. നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ഷീറ്റ് കൂടി എടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഷീറ്റ് അഴിച്ചെടുത്തു. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ബാക്ക് ലൈറ്റ്. നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ കണക്ഷൻ. ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു LED ടെസ്റ്റർ ആവശ്യമുണ്ട്. ഇതാണ് LED ടെസ്റ്റർ. ഇത് ചൈനയുടെ LED ടെസ്റ്ററാണ്. ഇതിന് 2 പ്രോബ് ഇങ്ങനെയൊക്കെ ലഭിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 0 മുതൽ 300 വോൾട്ട് വരെ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരും. ഈ LEDക്ക് എത്ര വോൾട്ടാണോ വേണ്ടത് അത് ഇതിൽ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. അത്ര വോൾട്ടേജ് മാത്രമേ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരികയുള്ളൂ. നമുക്ക് എന്തായാലും ഈ ബൾബ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിത് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ വോൾട്ടേജ് കൊടുത്ത് നോക്കാം. യെസ്, ഇത് നമ്മൾ കണക്ട് ചെയ്തു. ഇവിടെ യാതൊന്നും കത്തുന്നില്ല. ഈ ബൾബ് പോയിട്ടുണ്ട്. അതുപോലെ ഈ സ്ട്രിപ്പ് നമുക്ക് നോക്കാം. ഈ സ്ട്രിപ്പ് കത്തുന്നുണ്ട്. അതായത് ഈ ഒരു സ്ട്രിപ്പ് മാത്രമേ പോയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഈ 2 സ്ട്രിപ്പും മാറ്റാം. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൻ്റെ സ്ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ചെറിയ വ്യത്യാസമുണ്ട്. സോക്കറ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ സ്ക്രൂവിൻ്റെ പൊസിഷനും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ഡബിൾ സൈഡ് ഗമ്മിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഈ സോക്കറ്റിലേക്ക് ഈ കണക്ഷൻ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. LEDയുടെ പൊസിഷനും വോൾട്ടേജും സെയിം ആണ്. നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. എന്തായാലും ഈ 2 കറക്റ്റായി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 പോയിന്റിലേക്ക് ഈ കണക്ഷൻ സോൾഡർ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് സീരീസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ആയപ്പോൾ അടുത്തതും കത്താതിരുന്നത്. പോസിറ്റീവ് ആദ്യം ഇങ്ങോട്ട് പോയി. അതിനുശേഷം ഇതിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് ഇതിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഈ നെഗറ്റീവ് ബോർഡിലേക്കും പോയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് ചെക്ക് ചെയ്ത് നോക്കാം.
ഇവിടെ പോസിറ്റീവ് കൊടുക്കാം, ഇവിടെ നെഗറ്റീവ് കൊടുക്കാം. യെസ്, 29.2, അതായത് 30 വോൾട്ട് ഈ 2 സ്ട്രിപ്പിനും കൂടി ആവശ്യം വരുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇത് അടച്ച് കണക്ഷൻ കൊടുത്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൽ ഈ വെള്ള ഷീറ്റുകളെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് LED സ്ട്രിപ്പിലേക്ക് പോകുന്ന കണക്ഷൻ. നമുക്ക് ഇവിടെ നിന്ന് സപ്ലൈ കൊടുത്ത് നോക്കാം. യെസ്, ഇപ്പോൾ ബാക്ക് ലൈറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്ക്രീൻ വെക്കാം. അതിനുശേഷം പാക്ക് ചെയ്ത പിക്ചർ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇതാണ് ബാക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ, അത് കൊടുത്ത് നോക്കാം. നമ്മളിപ്പോൾ ഇത് സ്ക്രൂ എല്ലാം ചെയ്തു, നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ ബാക്ക് പോർഷനിലാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. നമുക്ക് ഈ സ്പീക്കറിൻ്റെ കണക്ഷൻ കൊടുത്ത് ഇത് അടയ്ക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ചെയ്യാം, പവർ ഓൺ ചെയ്തു. സമഗ്രമായ വർഷാനുചരിതം DVD രൂപത്തിൽ തൽക്കാലം ഋഷിയുടെ കൂടെ നിൽക്കുന്ന ആ ബുദ്ധി അല്ലെങ്കിൽ പിന്നെ ചിട്ടി എനിക്കായിരിക്കും കിട്ടുക. അഗാടി അഹിംസ മനസാവാച കർമ്മണ അവരാഴി എത്ര പടങ്ങള് സത്യം എന്തായിരുന്നു ഓക്കെ, ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത്ര തന്നെയുള്ളൂ ഒരു LED ടിവിയുടെ ബാക്ക് ലൈറ്റ് മാറ്റാനുള്ള ബുദ്ധിമുട്ട്. നമുക്ക് ഇതിൽ ടെക്നിക്കലായി ചെറിയൊരു ഐഡിയ വേണമെന്ന് മാത്രം. പിന്നെ വളരെ കെയർഫുള്ളായി ഈ ഡിസ്പ്ലേ മാത്രം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറ്റു ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.